ഉം, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവായ ദി ലേണറിന് ഇന്നത്തെ ഈ പുതിയ ഡീപ് ഡൈവിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നോക്കുന്നത് കേട്ടോ. അതെ, സ്വാഗതം. എല്ലാവർക്കും എപ്പോഴും സംശയമുള്ള, എന്നാൽ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണല്ലോ ഇത്. കറക്റ്റ്. അതായത് പണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ദിവസവും എടുക്കേണ്ടി വരുന്ന ഒരുപാട് തീരുമാനങ്ങളുണ്ടല്ലോ. ഈ ഏത് സാധനം വാങ്ങണം, വാടകയ്ക്ക് താമസിക്കണോ അതോ വീട് വാങ്ങണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ശരിയാണ്. ഇതൊക്കെ ആലോചിച്ച് പലർക്കും ഭയങ്കര തലവേദന വരാറുണ്ട്. ആ ഒരു തലവേദന മാറ്റാൻ വേണ്ടി ചില അടിസ്ഥാന നിയമങ്ങൾ എങ്ങനെ രൂപീകരിക്കാമെന്നാണ് ഇന്ന് നമ്മൾ ഈ ഉറവിടങ്ങളിലൂടെ നോക്കുന്നത്. റമിത് സേതിയുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള പണമിടപാട് നിയമങ്ങളെക്കുറിച്ചുള്ള ചില ആശയങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. വളരെ രസകരമായ ഒരു വിഷയമാണിത്. അതെ, 10 നിയമങ്ങളാണ് അദ്ദേഹം പ്രധാനമായും പറയുന്നത്. ശരി, നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. സത്യം പറഞ്ഞാൽ സാമ്പത്തിക നിയമങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താ പറയുക, ഒരു ഭാരമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. ഒരുമാതിരി നമ്മളെ വരിഞ്ഞു മുറുക്കുന്ന പോലെ. അത് മിക്കവാറും ആളുകൾക്ക് അങ്ങനെ തന്നെയാണ് തോന്നുക. കാരണം ഈ നിയമങ്ങൾ പലപ്പോഴും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അതായത് സമൂഹത്തിനു മുന്നിൽ നമ്മൾ വലിയ അച്ചടക്കമുള്ളവരാണെന്ന് കാണിക്കാൻ. കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. പക്ഷെ ഇവിടെ ഈ ഉറവിടങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ ആശയം അതല്ല. ഈ നിയമങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിനും അതുപോലെ ജീവിത രീതിക്കും കൃത്യമായി അനുയോജ്യമായിരിക്കണം. നമ്മുടെ കൈകൾക്ക് കൃത്യമായി പാകമാകുന്ന ഒരു ഗ്ലൗസ് പോലെ അല്ലേ? അതെ, ഒരു കസ്റ്റം മെയ്ഡ് ഗ്ലൗസ് പോലെ. നിങ്ങളുടെ ജീവിതത്തിന് ചേരുന്ന നിയമങ്ങൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നതാണ് ഇതിലെ മെയിൻ പോയിന്റ്. ഓക്കെ, അപ്പോൾ അടിത്തറ ഒരുക്കുന്നതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതിൽ പറയുന്ന ആദ്യത്തെ കാര്യം ചെറിയ സമ്പാദ്യ ക്രമീകരണങ്ങളിൽ നിന്ന് തുടങ്ങുക എന്നതാണ്. അതെ, സാമ്പത്തിക ഭദ്രതയ്ക്കുള്ള ഏറ്റവും വലിയ അടിസ്ഥാനം അതാണല്ലോ. ഈ പറയുന്നതിൽ പ്രധാനമായും 1 വർഷത്തേക്കുള്ള എമർജൻസി ഫണ്ട് ലിക്വിഡ് ക്യാഷായിട്ട് ബാങ്കിൽ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ വരുമാനത്തിന്റെ 10% മാറ്റിവെക്കുക, 20% നിക്ഷേപിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയ കണക്കായിട്ട് തോന്നുന്നുണ്ടാവും അല്ലേ? പിന്നെ തോന്നാതിരിക്കുമോ? അല്ല, ഒരു മിനിറ്റ്. ഈ 20% നിക്ഷേപിക്കുക എന്ന് കേൾക്കുമ്പോൾ തന്നെ ആർക്കായാലും ഒന്ന് പേടിയാകില്ലേ? തീർച്ചയായും പേടിയാകും. കാരണം പലർക്കും മാസാവസാനം കയ്യിലൊന്നും ബാക്കിയുണ്ടാകില്ല. അതെ, വാടകയും ലോണുമൊക്കെ കഴിയുമ്പോൾ പിന്നെ എന്ത് നിക്ഷേപിക്കാൻ? എനിക്കിതിനെ നമ്മൾ ജിമ്മിൽ പോകുന്നതുമായി ഉപമിക്കാനാണിഷ്ടം. അതൊരു നല്ല ഉദാഹരണമാണല്ലോ. അതൊന്ന് വിശദമാക്കാമോ? അതായത് നമ്മൾ ആദ്യമായിട്ട് ജിമ്മിൽ പോകുന്ന ദിവസം തന്നെ 100 കിലോ ഭാരമുയർത്താൻ ശ്രമിക്കരുത്. അത് നടക്കില്ല. അതെ, ശരീരത്തിനത് താങ്ങാൻ കഴിയില്ല. ചിലപ്പോ പരിക്കു പറ്റാനും സാധ്യതയുണ്ട്. കറക്റ്റ്. ചെറിയ ഭാരത്തിൽ തുടങ്ങി പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ടുവരുന്നതാണ് എപ്പോഴും പ്രായോഗികം. പണത്തിന്റെ കാര്യത്തിലും ഇതുതന്നെയല്ലേ നടക്കുന്നത്? ഇവിടെ കൗതുകകരമായ കാര്യമെന്താണെന്നാൽ ഈ വിദഗ്ധൻ പറയുന്നതും അതുതന്നെയാണ്. ലക്ഷ്യങ്ങൾ എത്ര വലുതാണെങ്കിലും തുടക്കം എപ്പോഴും ചെറുതായിരിക്കാം. ഒറ്റയടിക്ക് 1 വർഷത്തെ ഫണ്ട് മാറ്റിവെക്കാൻ ശ്രമിക്കരുത് എന്നർത്ഥം. അതെ, അങ്ങനെ ശ്രമിച്ചാൽ അത് പരാജയപ്പെടാനാണ് സാധ്യത. ആദ്യം വെറും 1 മാസത്തെ എമർജൻസി ഫണ്ടിൽ നിന്ന് തുടങ്ങുക. ഓക്കെ, 1 മാസത്തെ ഫണ്ട് റെഡിയായാൽ പിന്നെ അടുത്ത ലക്ഷ്യത്തിലേക്ക് പോകാമല്ലോ. തീർച്ചയായും. പിന്നെ അത് 3 മാസത്തേക്കോ അല്ലെങ്കിൽ 6 മാസത്തേക്കോ ഒക്കെ പതുക്കെ ഉയർത്താം. അപ്പോൾ ഈ 20% നിക്ഷേപിക്കുന്ന കാര്യവും ഇതുപോലെ തന്നെയാണോ? അതെ, 20% ഒറ്റയടിക്ക് മാറ്റിവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വെറും 5% ആരംഭിക്കുക. 5% ആവുമ്പോൾ അത് വലിയൊരു ഭാരമായി തോന്നില്ല. എന്നിട്ട് ഓരോ വർഷവും ആ നിക്ഷേപം വെറും 1% വീതം വർദ്ധിപ്പിക്കുക. ഈ ചെറിയ മാറ്റങ്ങൾ ഭാവിയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ മൂല്യം ഉണ്ടാക്കും. കൂട്ടുപലിശയുടെ ഒരു മാജിക് അവിടെ വർക്ക് ചെയ്യും അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ്. അടിത്തറ ഭദ്രമായാൽ പിന്നെ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ശരി, അപ്പോൾ നമ്മൾ ഈ പണം സൂക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. പണം എപ്പോഴും സൂക്ഷിക്കാൻ മാത്രമുള്ളതല്ലോ. അല്ല, അത് നമ്മുടെ സന്തോഷത്തിനു കൂടി വേണ്ടി ചെലവാക്കാനുള്ളതാണ്. അതെ, അതുകൊണ്ടുതന്നെ ഈ ഉറവിടങ്ങളിൽ പറയുന്ന രണ്ടാമത്തെ കാര്യം പരിമിതികളില്ലാത്ത സന്തോഷത്തെക്കുറിച്ചാണ്. പണം ചെലവാക്കാൻ 3 മേഖലകൾ കണ്ടെത്തുക എന്നതാണ് ആശയം. സ്വന്തം സന്തോഷത്തിനായി യാതൊരു കുറ്റബോധവുമില്ലാതെ പണം ചെലവാക്കാൻ കഴിയുന്ന ഒരു 3 മേഖലകൾ. ഇതിൽ റമിത് സേതി കൊടുക്കുന്ന ഉദാഹരണങ്ങൾ വളരെ രസകരമാണ്. അദ്ദേഹം പുസ്തകങ്ങൾ വാങ്ങാൻ യാതൊരു പിശുക്കും കാണിക്കില്ലത്രേ. അതെ, പുസ്തകങ്ങൾ കണ്ടാൽ വില നോക്കാതെ വാങ്ങും. അതുപോലെ റെസ്റ്റോറന്റിൽ പോയാല് ഏറ്റവും മികച്ച ആപ്പിറ്റൈസറുകൾ ഓർഡർ ചെയ്യും. പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണം നൽകാനും അദ്ദേഹം എപ്പോഴും മുൻപന്തിയിലുണ്ട്.
ഇതൊക്കെയാണ് പുള്ളിയുടെ പ്രിയപ്പെട്ട 3 കാര്യങ്ങൾ. മാത്രമല്ല 4 മണിക്കൂറിൽ കൂടുതൽ ദൈർഘ്യമുള്ള വിമാനയാത്രകളിൽ അദ്ദേഹം എപ്പോഴും ബിസിനസ് ക്ലാസ് മാത്രമേ തെരഞ്ഞെടുക്കാറുള്ളൂ. അതേസമയം ഇതേ മനുഷ്യൻ തന്നെയാണ് 19 വർഷത്തോളം ഒരേ ഹോണ്ട കാറ് തന്നെ ഉപയോഗിച്ചത്. അതെനിക്ക് ശരിക്കും വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും, പക്ഷെ ഇതിലൊരു വലിയ സൈക്കോളജിയുണ്ട്. അല്ല, എന്റെ സംശയം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ പരിമിതികളില്ലാതെ പണം ചെലവാക്കുന്നത് ശരിക്കും അപകടമല്ലേ? നമ്മൾ പാപ്പരാകില്ലേ? അവിടെയാണ് നമ്മൾ ഈ നിയമങ്ങളെ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഈ നിയമങ്ങൾ ഒരിക്കലും നമ്മളെ നിയന്ത്രിക്കാനുള്ളതല്ല. അതായത് ഇതൊരു റെസ്ട്രിക്റ്റീവായ കാര്യമല്ല എന്നാണോ? അതെ, മറിച്ച് ഇതൊരു പെർമിസീവായ കാര്യമാണ്. അതായത് സ്വാതന്ത്ര്യത്തിനാണിവിടെ ഊന്നൽ നൽകുന്നത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 അല്ലെങ്കിൽ 3 മേഖലകളിൽ മാത്രം ഈ പരിമിതികളില്ലാത്ത ചെലവാക്കൽ അനുവദിക്കുക. കറക്റ്റ്. അങ്ങനെ ചെയ്യുമ്പോൾ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്ക് യാതൊരു ദയയുമില്ലാതെ പണം കളയാതിരിക്കാൻ നമുക്ക് സാധിക്കും. ഓ, മനസ്സിലായി. അപ്പോ കാറിനോട് വലിയ താൽപ്പര്യമില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ആ പഴയ ഹോണ്ട കാർ തന്നെ ഇത്രകാലം ഉപയോഗിച്ചത്. കൃത്യം. കാറിൽ ലാഭിക്കുന്ന പണം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വാങ്ങാനും യാത്ര ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നു. ഇത് വളരെ പ്രാക്ടിക്കലായൊരു കാര്യമാണ് കേട്ടോ. പിന്നെ വ്യക്തിത്വ വികസനത്തിന് പണം ചെലവാക്കുന്ന കാര്യവും ഇതിൽ പറയുന്നുണ്ടല്ലേ? തീർച്ചയായും. നമ്മുടെ സ്വന്തം വളർച്ചയ്ക്കായിട്ടുള്ള നിക്ഷേപം എപ്പോഴും പരിധിയില്ലാതെ തന്നെ ചെയ്യണം. അതാണ് ഏറ്റവും വലിയ ലാഭം തരുന്നത്. പുതിയ സ്കില്ലുകൾ പഠിക്കാനോ അല്ലെങ്കിൽ സ്വന്തം ആരോഗ്യം മെച്ചപ്പെടുത്താനോ ഒക്കെ പണം ചെലവാക്കാൻ പലരും മടിക്കാറുണ്ട്. അത് ശരിക്കും ഒരു വലിയ അബദ്ധമാണ്. നമ്മളിൽ തന്നെയുള്ള നിക്ഷേപമാണ് എപ്പോഴും മുൻഗണന അർഹിക്കുന്നത്. ശരിയാണ്. ഇനി നമുക്ക് 3ാമത്തെ ആശയത്തിലേക്ക് വരാം. ഇത് കുറച്ചുകൂടി ഫിലസോഫിക്കലാണെന്ന് തോന്നുന്നു. അതെ, കണക്കുകൾക്കപ്പുറം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് 3ാമത്തെ ആശയം. അതായത് സ്പ്രെഡ്ഷീറ്റുകളേക്കാൾ വ്യക്തിപരമായ മൂല്യങ്ങൾക്ക് മുൻഗണന നൽകുക എന്ന്. സമ്പത്ത് എന്ന് പറയുന്നത് വെറും അക്കങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലല്ലോ. അല്ല. അത് പ്രധാനമായും നമ്മുടെ ജീവിതത്തിന്റെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ടതാണ്. എപ്പോഴും ഈ എക്സൽ ഷീറ്റുകളിൽ സാമ്പത്തിക ലാഭം മാത്രം കണക്കുകൂട്ടി ജീവിക്കുന്നത് ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കണം. അതെ, സുഹൃത്തുക്കൾക്കും കുടുംബത്തിനുമൊപ്പം സമയം ചെലവിടുക, യാത്രകൾ ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് യഥാർത്ഥ സമ്പത്ത്. എനിക്കിവിടെ ഒരു ഉപമ പറയാൻ തോന്നുന്നു. ഒരു സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു യാത്രയുടെ ഭൂപടം മാത്രമാണ്. അതൊരു മനോഹരമായ ഉപമയാണല്ലോ. ഭൂപടം വഴി കാണിച്ചു തരുമെങ്കിലും യാത്രയുടെ അനുഭവം തരില്ല എന്നതാണോ ഉദ്ദേശിച്ചത്? കറക്റ്റ്. മാപ്പിൽ നോക്കി നമുക്ക് വഴി മനസ്സിലാക്കാം. പക്ഷേ അതൊരിക്കലും ആ യഥാർത്ഥ യാത്രയുടെ ഫീല് നമുക്ക് തരില്ലല്ലോ. വിൻഡോ ഗ്ലാസ് താഴ്ത്തിയിട്ട് ആ തണുത്ത കാറ്റുകൊള്ളുന്നതൊന്നും ഭൂപടത്തിൽ നിന്ന് കിട്ടില്ല. വളരെ ശരിയാണ്. ഇതൊരു വലിയ ചിത്രവുമായി ബന്ധിപ്പിച്ചു നോക്കിയാൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. എങ്ങനെയാണത്? ഈ സാമ്പത്തിക നിയമങ്ങൾ തുടക്കത്തിൽ വെറും കണക്കുകളായിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷെ കാലക്രമേണ അവ നമ്മുടെ ജീവിത മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കാൻ തുടങ്ങും. അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലമായാലും ശരി, പരസ്പര ബഹുമാനവും ഇഷ്ടവുമുള്ള ആളുകൾക്കൊപ്പം മാത്രം ജോലി ചെയ്യുക എന്നതൊക്കെ ഇതിന്റെ ഭാഗമാണല്ലേ? അതെ. എത്ര വലിയ ശമ്പളം കിട്ടിയാലും മനസ്സമാധാനമില്ലെങ്കിൽ പിന്നെ ആ പണം കൊണ്ട് എന്തു പ്രയോജനം? പിന്നെ ഇതിൽ പറയുന്ന മറ്റൊരു പ്രധാന കാര്യം ശരിയായ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചാണ്. അത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പലരും ഇതൊരു സാമ്പത്തിക തീരുമാനമായിട്ട് കാണാറില്ല. അതെ, വൈകാരികമായ തീരുമാനം എന്നല്ലേ എല്ലാവരും ചിന്തിക്കുക. സാമ്പത്തിക മൂല്യങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം പങ്കാളിയെന്ന് പറയുന്നത് വളരെ ശരിയാണ്. പണം സംബന്ധിച്ച് പങ്കാളിയുമായി തുറന്ന് സംസാരിക്കാൻ കഴിയുക എന്നത് ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനമാണ്. പണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഒരുപോലെയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടു പോകാം. തീർച്ചയായും. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ, ഇന്നത്തെ ഈ ഡീപ് ഡൈവിലെ പ്രധാന ആശയങ്ങൾ നമുക്കൊന്ന് വേഗത്തിൽ ഓർമ്മിപ്പിക്കാം. ആദ്യം പറഞ്ഞത് ചെറിയ സമ്പാദ്യങ്ങളിൽ നിന്ന് തുടങ്ങുക എന്നതാണ്. അതെ, പതിയെ പതിയെ അടിത്തറ ഭദ്രമാക്കുക. പിന്നെ രണ്ടാമതായി പറഞ്ഞത് നമുക്കേറ്റവും സന്തോഷം തരുന്ന 3 കാര്യങ്ങൾ കണ്ടെത്തുക. ആ 3 കാര്യങ്ങൾക്കായി സ്വതന്ത്രമായി പണം ചെലവാക്കാൻ പഠിക്കുക. അത് വലിയൊരു സ്വാതന്ത്ര്യമാണ്. വ്യക്തിപരമായ ജീവിത മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്നതാണ്. ഇതെല്ലാമാണ് ഒരു സമ്പന്നമായ ജീവിതത്തിന്റെ അടിസ്ഥാനം. കൃത്യമായി സംഗ്രഹിച്ചിട്ടുണ്ട്. ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഇതൊരു വലിയ പാഠമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ. ഇനി ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളെ ചിന്തിപ്പിക്കാൻ പോന്ന ഒരു ചോദ്യം ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ഇതൊരു ചെറിയ ഹോംവർക്കായിട്ട് എടുത്തോളൂ. വളരെ നല്ല കാര്യം. എന്താണാ ചോദ്യമെന്ന് കേൾക്കട്ടെ. ആരെങ്കിലും നിങ്ങളുടെ കഴിഞ്ഞ 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആ കണക്കുകളിൽ നിന്ന് അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമോ? അതൊരു ഗംഭീര ചോദ്യമാണ് കേട്ടോ. സ്വന്തം സാമ്പത്തിക ശീലങ്ങളെക്കുറിച്ച് സ്വയം വിലയിരുത്താൻ ഇത് തീർച്ചയായും സഹായിക്കും. അതെ, എല്ലാവരും ഇതൊന്ന് ആലോചിച്ചു നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ച ഇവിടെ പൂർണ്ണമാകുകയാണ്. വളരെ ഊഷ്മളമായി തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാവിന് നന്ദി പറയുന്നു. അതെ, വളരെ നന്ദി. ഇതെല്ലാവർക്കും വലിയൊരു അറിവായിരിക്കുമെന്ന് കരുതുന്നു. തീർച്ചയായും. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വിട.